ഈ കാക്കി ഇട്ടവർ തമ്മിലുള്ള ഒരു കയ്യാങ്കളി തൃശ്ശൂരിൽ നടന്നിരിക്കുകയാണ്. വളരെ രസകരമായ ഒരു ക്ലൈമാക്സും അതിന് വന്നിരിക്കും. രണ്ടുപേരും കാക്കി യൂണിഫോം ഇട്ടവരാണ്. MVD വിഭാഗവും പോലീസും, കേരള പോലീസ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും കേരള പോലീസും തമ്മിലുള്ള ഒരു കയ്യാങ്കളി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഈഗോ കളി നടന്നിരിക്കും. ഇത് രണ്ടുപേരും യൂണിഫോം കണ്ട ദൂരം നോക്കി ഒരുപോലെ തോന്നുന്നു. രണ്ട് ഡിപ്പാർട്ട്മെന്റുകാരാണ്. അതെ, ഒന്ന് ഗതാഗത വകുപ്പുകാരും മറ്റേത് പോലീസ് വകുപ്പുകാരും. അതായത് പോലീസ് വാഹനം സിനിമാ സ്റ്റൈലിൽ തടഞ്ഞിട്ട് അതിന് ഇൻഷുറൻസ് ഇല്ല, പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നീ കാരണങ്ങൾ ചുമത്തി 4000 രൂപ പിഴ അടിച്ചു കൊടുത്തു. പിഴ അടിച്ചങ്ങ് കൈ കൊടുത്തു. തൃശ്ശൂർ വടക്കാഞ്ചേരിയല്ലേ? വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടറാണ്. അയാൾ ബദറുദ്ദീൻ. ഈ ബദറുദ്ദീൻ്റെ നേതൃത്വത്തിൽ ഇവർ പട്രോളിംഗ് നടത്തി വരുന്ന സമയത്താണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു എന്ന് പറയുന്ന ആൾ, അയാൾ നേരെ വാഹനം കൊണ്ടുവന്ന് നേരെ പോലീസ് ജീപ്പിന് ക്രോസ് ഇട്ട് പോലീസ് ജീപ്പ് തടഞ്ഞിട്ട് വാഹനത്തിൻ്റെ നമ്പർ പരിശോധിക്കുമ്പോൾ പരിവാഹൻ സൈറ്റിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഇൻഷുറൻസ് തീർന്നു എന്നുള്ളതാണ്. അതുപോലെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തി. അപ്പോൾ തന്നെ 4000 രൂപയുടെ ചെല്ലാൻ അടിച്ചു കൊടുത്ത് പുറകെ ഇവർ പോലീസുകാർ പേടിച്ചു പോയി. അവർ ആകെ വരണ്ടുപോയി. ഇതെന്താ MVD പിടിച്ച് ചെയ്തത്? അപ്പോൾ ഇവർ MVD സൈറ്റിൽ നോക്കുമ്പോൾ ഇത് കൃത്യമാണ്, ഇവരുടെ സംഭവം എല്ലാം തീർന്നു ഇരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് സംഘം തിരികെ സ്റ്റേഷനിലെത്തി ഇതിൻ്റെ രേഖകളെടുത്തു, വാഹനത്തിൻ്റെ രേഖകളെടുത്ത് പരിശോധിച്ചപ്പോൾ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അത് സത്യമാണ്. പക്ഷേ ഇതിന് ഇൻഷുറൻസ് അടുത്ത വർഷം മാർച്ച് 27 വരെ ഉണ്ട്. 2027 മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ MVDക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരിവാഹൻ സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് അല്ലായിരുന്നു. സൈറ്റിനെ മാത്രം വിശ്വാസത്തിലെടുത്താണ് ഇവർ പെറ്റി അടിച്ചു കൊടുത്തത്. അത് 1-2 രൂപയല്ല, 4000 രൂപ. അപ്പം ശരിക്കും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനും വലിയ തുക തന്നെ അടിച്ചു കൊടുത്തിരിക്കും. 2000 വീതം കൊടുത്തു. നമ്മുടെ പല KSRTC ബസ്സിന് പുക പരിശോധന നടത്തിയിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാം. കാരണം വഴിയിൽ നമ്മൾ കാണുന്നതാണ് KSRTC ബസ്സിൽ നിന്ന് വരുന്ന പുക. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ പറക്കം തള്ളിയ സിനിമയിലെ പോലെ ഒരു KSRTC ബസ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെള്ള ഉടിപ്പിട്ട് നിൽക്കുന്നവനെല്ലാം കറുത്ത ലോകയിട്ടവരായി മാറും എന്നുള്ളതാണ്. അത് പറഞ്ഞ പോലെയാണ് ചില KSRTC ബസ്സിൻ്റെ കഥ. എന്താണെങ്കിലും ശരി, സംഗതി പുലിവാലായി. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, അവരുടെ വാഹനത്തിന് ഈ പറഞ്ഞ പേപ്പറുകളുണ്ട്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞാൽ 250 രൂപ പൊല്യൂഷൻ. പോലീസ് 1000 രൂപ മേടിക്കുന്നവരാണ് പൊല്യൂഷൻ ഇല്ലെങ്കിൽ വൻ തുകയാണ് പഴയ, അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോലീസിന് കിട്ടിയ നാണക്കേട്. ഇത് മാത്രമല്ല, ഇയാൾ സിനിമാ ശൈലിയിൽ ഇത് ചേസ് ചെയ്ത് പിടിച്ചതിന്റെ ഒരു ക്ഷീണം അവർക്കുണ്ടാവുമല്ലോ. അല്ലല്ല, പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയോ? പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി ഇതങ്ങ് പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയ മുഴുവൻ വാർത്ത, ഓൺലൈൻ ഉദ്യോഗസ്ഥന്മാരെല്ലാം മാസ് എൻട്രിയാണ്. എല്ലാ റീൽസും പിടിച്ച് എന്തായാലും അങ്ങ് പ്രചരിപ്പിച്ച് ഇത് ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും, ഇത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും ഇത് വാർത്തകളിൽ നിറയുന്നു വലിയ. അപ്പോൾ പോലീസ് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താ ഉള്ളത്? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? നേരെ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഈ MVD ഉദ്യോഗസ്ഥനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യമുള്ള വകുപ്പൊക്കെ ഇട്ടാ ചെയ്ത്. അതായത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 2 പേര് സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഒരാളുടെ ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന അവരുടെ ഡ്യൂട്ടി തടഞ്ഞു എന്ന് പറയുന്നത് നിലനിൽക്കുകയില്ല. കാരണം ഈ MVD ഉദ്യോഗസ്ഥന് വാഹനം തടഞ്ഞ് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. അല്ല, എന്തായാലും എന്തെങ്കിലും ചെയ്യണ്ടേ അവർക്ക്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. പിന്നെ ഈ ഒരു സാധാരണക്കാരനാണ് ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെങ്കിൽ അകത്ത് കിടത്തെ റിമാൻഡിൽ പോയത്. ഇത് ഇവരായതുകൊണ്ട് എന്താണ്, ഇപ്പോൾ MVDക്ക് അതിൻ്റെതായ വിശദീകരണമുണ്ട്. എന്തിനാണ് നിങ്ങൾ വാഹനം തടഞ്ഞത്? ഞങ്ങൾക്ക് ഈ വാഹനം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സർക്കാർ വാഹനമാണെന്ന് കരുതി പരിശോധനയ്ക്ക് വെളിയിലല്ലോ. എല്ലാ വാഹനങ്ങൾക്കും പരിശോധനയുണ്ട്. സർക്കാർ വാഹനങ്ങൾക്ക് ഇപ്പോൾ KSRTC ബസ്സിനും ഇല്ല പ്രൈവറ്റ് ബസ്സിനും ഒരേ രീതിയിലുള്ള പരിശോധനയുള്ളൂ. പക്ഷേ ഇവിടുത്തെ വകുപ്പുകൾ തമ്മിലുള്ള ഒരു അന്തർധാര കാരണവും ഇത് 2 സർക്കാർ സ്ഥാപനങ്ങളാണെന്നുള്ളൊരു കാരണം കൊണ്ടും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറില്ലെന്നേ ഉള്ളൂ. ഇവിടെ പക്ഷേ ഈ MVD ഉദ്യോഗസ്ഥർ അല്പം മാസ് കാണിച്ചതാണ്. എന്തായാലും ഈ കേസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കേസൊന്നുമല്ല. പക്ഷേ ഇത് ഇവർക്കെതിരെ MVDക്കെതിരെ മാനക്കേടായി എന്നുള്ളതാണ് ചുരുക്കം. ഇതിൻ്റെ പോലീസ് പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഈ രേഖകളും കാണിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള രേഖ കൃത്യമാണ്. അപ്പോൾ എന്താ പ്രശ്നം? പരിവാഹൻ സൈറ്റിൽ അപ്ഡേഷൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് MVD സമ്മതിച്ചു. ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഈ വടംവലി കറക്റ്റ് അല്ലല്ലോ. അല്ല, ഈ പറഞ്ഞതുപോലെ ജീപ്പ് കൊണ്ട് പുറകെയായിട്ട് നടത്തിയിട്ട് മാസ് എൻട്രി നടത്തി ഇതൊക്കെ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും.
ഇത്ര സ്ലോ മോഷനിൽ നടന്നു വന്ന് മറ്റെല്ലാം പരിശോധിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഹരമായി പോയി പല ദിവസങ്ങൾക്ക്. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആളെ കൊണ്ട് നടക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പം പോകുന്നിടത്തല്ല കണ്ടിട്ടില്ലേ? ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പം കുറേ പേരെ മാറ്റം വന്നു, എല്ലാവരും ചുമല ഏറ്റെടുക്കാൻ വരുന്ന മാസമാണ്. അല്ല ഈ പണ്ടേ ഈ തിരുവല്ല നഗരസഭയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു റീലിട്ടു, ജയചന്ദ്രന്റെ പാട്ട് വെച്ച് പൂവേ പൂവേ. ഇവരിങ്ങനെ ഫയൽ എഴുതുന്നത്, ഈ ഫയലും കൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകുന്നത്, ഇത് വലിയ വൈറലായതിന് പിന്നാലെ ഇവരെ സസ്പെൻഡ് ചെയ്തു. ഈ ഉദ്യോഗസ്ഥ സസ്പെൻഡ് ചെയ്തു, ജോലി സമയത്ത് റീൽസ് ഇട്ടു എന്ന് പറഞ്ഞ് ഇവരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് ഇത് വിവരം അറിയുമ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ എന്താ, ഇവരുടെ സത്യത്തിൽ ഡ്യൂട്ടി ടൈം അല്ല, ഇവർ ഓവർ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച ദിവസം ഓഫീസ് തുറന്ന് അവർ ഓവർ ഡ്യൂട്ടി ചെയ്യുക. അവർക്ക് അന്ന് ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. അവർ പെൻഡിങ് ആയ പണികൾ തീർക്കാൻ വേണ്ടി ഓഫീസ് തുറന്ന് ജീവനക്കാരെല്ലാം കൂടെ വന്ന് ഈ ഇതെന്താ ചെയ്യുകയാണ്. ചെയ്യുന്നതിനിടയ്ക്ക് അവർ എൻ്റർടൈൻമെൻറ്റ് പോലെ ഇത് ചെയ്തതാണ്. പുള്ളി അപ്പം തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു നടപടി എടുക്കാൻ പാടില്ല, അവർക്കെതിരെ വരുന്ന നടപടി എടുക്കാൻ വെച്ച പേപ്പറുകളെല്ലാം അപ്പം തന്നെ ഡിസ്മിസ് ചെയ്തു. മുഴുവൻ ആൾക്കാരെ അത് അഭിനന്ദിച്ചു. അത് ഞായറാഴ്ച ദിവസം വന്ന് ജോലി ചെയ്ത്, അപ്പോൾ അവരെ ആ വിശ്രമവേളയിൽ അവരതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് റീൽ ഇട്ടോളാം. ആ റീല് ഭയങ്കര വൈറലായി. അപ്പോൾ ഇതിനെ തുടർന്ന് അതുപോലെ പോലീസുകാരെല്ലാം ഇപ്പോൾ റീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മുടെ അവിടെ ആണെങ്കിൽ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ, അവിടെ ഇതുപോലെ അവർ കോഴിക്കറി വെക്കുന്നതും ചിക്കൻ വെക്കുന്നതും കപ്പ വേവിക്കുന്നതും ഒക്കെ അവരെടുത്ത് റീലാക്കിയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ KP ഗണേഷ് കുമാർ പത്തനാപുരം MLA സമയത്ത് റീൽസ് ആയിരുന്നു നിരന്തരമായി. ആളെ വെച്ചിട്ടുണ്ട്, പിടിച്ചേർത്തുന്നു, ആളെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഈ റീൽസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ അപകടകരമാകുന്നത് ഇപ്പോഴാണ്. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഇത് വഴിതെളിക്കും. നമുക്കറിയാമല്ലോ, പണ്ട് ഈ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ട് മുംബൈ പോലീസ്. അതിലൊരു കഥ പറയുന്നുണ്ട്. ഈ നേവിക്കാരെ ആരെങ്കിലും പിടിച്ചാൽ കൊച്ചിയിൽ അവർ കൂട്ടത്തോടെ വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും. പണ്ടിവിടെ പാങ്ങോട്ട് സംഭവിച്ചത് അങ്ങനെ സംഭവം. പോലീസ് സ്റ്റേഷനിൽ ഒരു SI പാങ്ങോട്ട് പോലീസുകാരെല്ലാം കൂടെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വന്നു. അതിനാണ് കോഴിക്കോട്ടിനകത്ത് രക്ഷപ്പെട്ടത്. പട്ടാളക്കാരെല്ലാം അല്ല, ഇത് ഈ ക്ലാഷ് കറക്റ്റ് ആണ്. അത് ഈ കഴിഞ്ഞിടയ്ക്ക് ഈ വാട്ടർ അതോറിറ്റിയും KSEB ഒക്കെ പിണക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒന്നി വന്ന് കറണ്ട് കെട്ടിയല്ല വെള്ളം കെട്ടി, അങ്ങനെ വിഷയങ്ങൾ മാത്രമല്ല ഈ സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ വൻതോതിൽ കുടിശ്ശിക കാണും. ഇവരിപ്പോ ഒരു KSEB-യിലോട്ട് ചെന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെ തിരിച്ച് KSEB-യിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന ഓഫീസിൽ ചെന്നു, അയാളോട് മോശമായി ഉടനെ അടുത്ത പരിപാടി ഇവർ കറണ്ട് കട്ട് ചെയ്യാന്നുള്ള. കറണ്ട് കട്ട് ചെയ്യാൻ കാരണമുണ്ട്, എന്താ അറിയോ, ഇത് കുടിശ്ശികയാണ്. എല്ലാവർക്കും കുടിശ്ശികയുണ്ട്, വളരെ എളുപ്പമാണ്. ഇപ്പൊ എന്തായാലും ഈ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ സംഭവം ഇന്നിപ്പോൾ വലിയ വാർത്തകളായിട്ടുണ്ട്. ശരിക്കും ഒരു സാധാരണ ഒരു വിഷയമായിട്ട് പോകേണ്ട കാര്യമാണ്. പക്ഷേ എവിടെ ഈ പോലീസ് ഈ MVD-ക്കെതിരെ കേസെടുത്തതോടെയാണ് ഇതിന്റെ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക്. എല്ലാവരും ഇപ്പൊ റീൽസിന്റെ പുറകെയാണെന്നോ ആണ് സത്യത്തിൽ ഇതിന്റെ ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എല്ലാ റീൽസിന്റെ കൂടെ ഓടിക്കണം. എന്തായാലും ഈ MVD ഉദ്യോഗസ്ഥന് നടപടി ഉണ്ടായി എന്നാണ് അറിയുന്നത്. വെറുതെ ചുമ്മാതിരുന്നിടത്ത് മാസ് കാണിക്കാൻ പോയി, ഇപ്പോൾ ആസായി പോയി, അതാണ് സംഭവിച്ചിരിക്കുന്നത്.